ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്ലെയിനിൽ കണ്ടതുപോലെ തന്നെ ഒരു ഈദ് സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഈദ് ഷോപ്പിങ്ങും ഈദ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുള്ളത് പാണ്ടിക്കാട് അമിക്കി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലുള്ള അമിക്കി എന്ന് പറഞ്ഞ ലേഡീസ് വെയർ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ല ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ ഷോർട്ട് ടോപ്പുകൾ അതുപോലെ ടോപ്സ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എല്ലാവരും എന്തായാലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക. ഡ്രസ്സ് എടുക്കാൻ വന്ന ദിവസം ഞങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ടില്ല കേട്ടോ. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് വേറൊരു ദിവസം എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വേറൊരു ദിവസമാണ് കേട്ടോ കുട്ടികൾക്ക് എടുക്കാൻ പോയത്. ഇങ്ങനെ ഞാൻ കാട്ടും പോലെ കാട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഫസ്റ്റ് ഇങ്ങനെ പൊട്ടിപ്പോവും. അല്ല കാണിച്ചത് അല്ല കാണിച്ചത് ആ ചെറിയ ഇവിടെ ട്രൈ ചെയ്തേക്കാം. ഒന്നുകൂടി കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ തിരയണതിൻ്റെ ഇടയിൽ ഷോപ്പിലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, ഈ ഒരു മാജിക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചുരിദാർ ഫ്രീ ആണെന്ന് പറയട്ടോ. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. അപ്പോൾ ഞങ്ങൾ 4 ആൾ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ട്രിക്ക് ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകാൻ പറ്റില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ. ഓക്കെ അപ്പൊ ചാട്ട നിലത്തേക്ക് അപ്പോൾ ഞങ്ങൾ 4 ആളും ഈ ഒരു ടാസ്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ആർക്കെങ്കിലും ചുരിദാർ ഫ്രീ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആവുമല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ 4 ആൾ ട്രൈ ചെയ്തിട്ട് 4 ആളെ കൊണ്ട് പറ്റണില്ല കേട്ടോ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആ ചെയിന് താഴെ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ റിങ് താഴെ പോവും. എന്തോ ഒരു ട്രിക്ക് അതിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടോ മനസ്സിലാവില്ല കേട്ടോ. അവസാനം ഞങ്ങൾ ആ ടാസ്ക് അവിടെ ഉപേക്ഷിച്ച് പോരുകയാണ്. പിന്നെ ഞങ്ങൾ മഞ്ചേരിയിലാണ് കേട്ടോ പോണത്. മഞ്ചേരിയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോരുന്നത് കേട്ടോ. അന്ന് ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണി 8:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ഇത് ദൂരെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. റീനസ് കിഡ്സ് ആൻഡ് മെറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. ഇത് ഇവർ നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തത്. അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ചെറിയ കുട്ടികൾക്കുള്ള നല്ല അടിപൊളി ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ്. മാഷാ അല്ലാ, അങ്ങനെ ഈദിടെ എത്തി. അപ്പോൾ ഈദിന് ഇതാ ഞാൻ മന്തി റൈസും പിന്നെ സേമിയ പായസമൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ എന്ത് റൈസാണ് ഉണ്ടാക്കിയത് എന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നവിടെ പറയുമ്പോ ഒന്ന് ഇവിടെയാണ്. എല്ലാരും മൈലാഞ്ചൊക്കെ കാണിച്ചെടുത്താണ്. ഒരു കുഞ്ഞു കൈ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫുള്ളിട്ടില്ലേ വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിലെ വിശേഷങ്ങൾ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പിന്നെ പിറ്റേന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ, ഇവിടെ
ഈ ഒരു 4 മയിലുകളെ കണ്ടോ, ഇവർ സ്ഥിരമായിട്ട് വരും കേട്ടോ രാവിലെ. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു എന്നോട്, ഇവരിങ്ങനെ ഫുഡ് അന്വേഷിച്ച് വരികയാണ്, അപ്പോൾ സ്ഥിരമായിട്ട് ഇവർക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കൂട്ടോ ഉമ്മ. അങ്ങനെ അവിടെ ഒരു പ്ലേറ്റ് അങ്ങനെ വെച്ചിട്ട് ചോറോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബാലൻസ് വരുന്ന ഫുഡ് അങ്ങനെ ആ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നും രാവിലെ വരും കേട്ടോ. മാഷാ അല്ലാ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.